കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് പേരിൽ നിന്ന് കോടികൾ തട്ടിയ കേസിലെ പ്രതി അനന്തുകൃഷ്ണനെക്കുറിച്ച് RSS BJP നേതാക്കൾക്ക് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് BJP സംസ്ഥാന സമിതി അംഗം ഇടുക്കി മുട്ടത്ത് ഗീതാകുമാരി പറഞ്ഞിരിക്കുകയാണ്. അനന്തുകൃഷ്ണൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് തനിക്കാര്യം പറഞ്ഞതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗീതാകുമാരിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇവൻ നമ്മളാരുമറിയാതെ ഇന്ത്യയെ ചൈനയ്ക്ക് വിൽക്കുകയും ചൈനയിൽ നിന്ന് പൈസ വാങ്ങി അമേരിക്കയിൽ പോയി ജീവിക്കുകയും ചെയ്യുമെന്ന് ഇവൻ മോദിയെ കണ്ട സമയത്ത് BJPയുടെ സംഘടനാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിരുന്നു. RSS BJP നേതാക്കൾക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു മാത്രം ബുദ്ധിയുള്ള ചെറുക്കനാണ്, സൂക്ഷിക്കണമെന്ന് RSS നേതാക്കളോടും പറഞ്ഞിരുന്നു. അനന്തുവിനെ കുറിച്ച് BJPക്ക് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പാർട്ടിയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ തുടർ നടപടികൾ ഉണ്ടായില്ല. അന്വേഷിക്കുകയോ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലെന്നും ഗീതാകുമാരി പറഞ്ഞു. അനന്തുകൃഷ്ണന് BJP നേതാവ് N രാധാകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇവർ പറഞ്ഞു. തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്നറിയില്ല, എന്നാൽ രാധാകൃഷ്ണനുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ആലുവ ദേശത്ത് ഇവരുടെ ഫ്ലക്സ് വ്യാപകമായി ഉണ്ടായിരുന്നെന്നും ഗീത പറഞ്ഞു. തന്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയ അനന്തു തുക തിരിച്ചു തരാതെ വഞ്ചിച്ചതായും ഗീത പരാതിപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന പ്രമീളാദേവിയുടെ ഫാക്കൽറ്റി അംഗമായി ഞാൻ പ്രവർത്തിച്ചിരുന്നു. പ്രമീളാദേവിയാണ് എന്റെ സഹായിയായി അക്കാലത്ത് അനന്തുവിനെ ഏർപ്പാടാക്കിയത്. അക്കാലത്ത് തമിഴ്നാട്ടിലെ കോട്ടമല എസ്റ്റേറ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഹോസ്പിറ്റലും ഏതോ വ്യക്തി 300 കോടി രൂപയ്ക്ക് എടുക്കുകയാണെന്നും അനന്തുവിനെ അവിടെ ഉയർന്ന പോസ്റ്റിൽ നിയമിക്കുമെന്ന് പറഞ്ഞു. ഇതിനായി 25 ലക്ഷം രൂപ വേണമെന്ന് തുടർച്ചയായി എന്നോട് അനന്തു ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ചിട്ടി വിളിച്ചും കടം വാങ്ങിയും മറ്റും തുക നൽകി. എന്നാൽ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ലെന്നും ഗീത പറഞ്ഞു. സംസ്ഥാനത്ത് പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. NGOകളുടെ കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലേറെ വനിതകൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. സംഭവത്തിൽ ലാലി വിൻസെന്റിനെ 7ാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാ ബ്ലോക്ക് തലത്തിലുമാണ് സൊസൈറ്റികൾ രൂപീകരിച്ചത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു പണസമാഹരണം. വുമൺ ഓൺ വീൽസ് എന്ന് പേരിട്ട പദ്ധതിയിൽ ചേർന്ന് നിരവധി പേരാണ് വഞ്ചിതരായത്. പകുതി പണമടച്ചാൽ 45 ദിവസത്തിനകം വാഹനം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ വാഹനം ലഭിക്കാത്തതിനെ തുടർന്ന് സ്ത്രീകൾ പരാതി നൽകുകയായിരുന്നു. പ്രതി അനന്തുകൃഷ്ണൻ 350 കോടി രൂപയിലേറെ സമാഹരിച്ചതായാണ് കണ്ടെത്തൽ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ഇയാൾ 15 കോടി രൂപയാണ് തട്ടിച്ചത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇടുക്കി, കർണാടക എന്നിവിടങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം വിപുലമായ മേളകൾ സംഘടിപ്പിച്ചായിരുന്നു ഇയാൾ വിശ്വാസ്യത നേടിയെടുത്തത്. അതിനിടെ അനന്തുകൃഷ്ണനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവും കൂട്ടുപ്രതിയുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് രംഗത്തെത്തിയിരുന്നു. അനന്തു തനിക്ക് മകനെ പോലെയാണെന്നും അനന്തുവിനോട് തനിക്ക് നല്ല വാത്സല്യമുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ കുട്ടിയെ ബലിയാടാക്കിയതാണെന്നും കേസിന് പിന്നിൽ ദുഷ്ടബുദ്ധികളും രാഷ്ട്രീയ പകപോക്കലാണെന്നും അവർ ആരോപിച്ചു. വക്കീൽ എന്ന നിലയിൽ ഞാൻ കരാറുകൾ ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ കമ്പനികളുമായി ചർച്ച നടത്തുമ്പോൾ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അനന്തു തയ്യാറാക്കിയ എഗ്രിമെന്റുകൾ പലതും ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അതിനെനിക്ക് വക്കീൽ ഫീസും തന്നിട്ടുണ്ട്. സത്യത്തിൽ എന്തിനാണ് എന്നെ പ്രതിയാക്കിയതെന്നറിയില്ല. രാഷ്ട്രീയ പ്രതികാരമായിരിക്കാം, അല്ലെങ്കിൽ അനന്തുമായി സംസാരിച്ച് ഞാൻ അനന്തുവിനെ രക്ഷിച്ചേക്കാം എന്നതുകൊണ്ടാണ്. എന്തായാലും ഇതിനു പിന്നിൽ പ്രബലരായ ദുഷ്ടബുദ്ധികളുണ്ടെന്നും ലാലി പറഞ്ഞു. CSR ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞവർ പിന്മാറിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും അവർ പറഞ്ഞു. 18,000 ബൈക്കും 35,000 ലാപ്ടോപ്പും 7.5 കോടിക്ക് ഭക്ഷ്യകിറ്റും കൊടുത്തതായും ലാലി പറഞ്ഞു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.